മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞതിനു പിന്നിലെ പോരാട്ടങ്ങളുടെ ചരിത്രം യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി TC സഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ സാക്ഷരരായ ജനത അധിവസിക്കുന്ന നാടായി കേരളം മാറി. 100% സാക്ഷരരായ ജനത, അതൊരു മഹത്തായ നേട്ടമാണ്. ആ നേട്ടം കൈവരിക്കാൻ ഇന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കോ ജനവിഭാഗങ്ങൾക്കോ ആയിട്ടില്ല. ആ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന നേട്ടങ്ങളുടെ പടവുകൾ കടക്കാൻ മലയാളിക്കായത്. മലയാളി സമൂഹം വിശ്വപൗരന്റെ സമൂഹമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മലയാളിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. അത് വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന മേഖലയിൽ, കായിക രംഗത്ത്, സിനിമാ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അധ്യാപന രംഗത്ത്, എല്ലാ മേഖലയിലും ലോകത്ത് മാനവ വിഭവശേഷിയുടെ അളവുകോലിൽ മലയാളിയുടെ സ്ഥാനം ഏറ്റവും നിർണായകമായ ഒന്നാണ്. CPI ചൂണ്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെയും AITUC 8 ഏക്കർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കുടുംബസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതും കേരളത്തിന്റെ നേട്ടമാണ്. ഈ നേട്ടങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ടുണ്ടായതല്ല. ഐക്യ കേരള രൂപീകരണത്തിന്റെ അരനൂറ്റാണ്ട് കാലം പിന്നിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾക്ക് പിന്നിൽ ഐതിഹാസികമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ നവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നത്. നാം എങ്ങനെ നമ്മളായി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. 100% സാക്ഷരതയുള്ള, എല്ലാ മനുഷ്യരും സ്കൂളിൽ പോകുന്ന, എല്ലാവർക്കും സമത്വസുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള ഒരു നാടായി എങ്ങനെ കേരളം മാറി? ഇതൊന്നുമില്ലാതിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ലോകത്തെവിടെയും മലയാളിയുടെ സാന്നിധ്യം പല മേഖലകളിലുമുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയിലെത്താൻ കഴിഞ്ഞതും വലിയ നേട്ടം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജന്മിക്കും ജന്മിയുടെ സിൽബന്ധികൾക്കും ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്കും മാത്രമായി വിദ്യാഭ്യാസം പരിമിതപ്പെട്ട ഒരു കാലത്ത് ബഹുഭൂരിപക്ഷത്തിന് അക്ഷരത്തിന്റെ വെളിച്ചം സ്വായത്തമാക്കാനും ഈ ലോകത്തെ അറിയാനും അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച് കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആദ്യമായി മഹാനായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഈ കേരളത്തിൽ കർഷക തൊഴിലാളികൾ തങ്ങളുടെ കുട്ടികൾക്ക് പഠനാവകാശം വേണം എന്ന ആവശ്യവുമായി ആദ്യമായി പ്രക്ഷോഭരംഗത്തിറങ്ങുന്നത്. കേരളത്തിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ തൊഴിലാളികൾ കൂലി വർധനയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ബോണസ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജോലി സമയം ക്ലിപ്തപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിമ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ തൊഴിലാളികൾ. KL ജോസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KK സത്താർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബ്രൈജ അമീർ, CPI ആലുവ മണ്ഡലം സെക്രട്ടറി PV പ്രേമാനന്ദൻ, AITUC സംസ്ഥാന കൗൺസിൽ അംഗം T നവകുമാരൻ, CPI ആലുവ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ AA സഹദ്, അഫ്സൽ കീഴ്മാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് മൂലയിൽ, സജി മോഹനൻ, നവാസ് ഹിദായത്ത്, ബിജു സ്റ്റാൻലി, സിൽവി ബേബി തുടങ്ങിയവർ സംസാരിച്ചു.
ഉന്നത വിജയം നേടിയവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ അനുമോദിക്കൽ ചടങ്ങുകളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ എല്ലാ ഭാഗ്യം സൃഷ്ടിച്ച തലമുറയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒറ്റ വാക്ക് നിങ്ങൾക്ക് പറയാനുള്ളൂ. ഈ സമൂഹത്തെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ കാണുകയും വേണം. നിങ്ങളെ ഈ ചടങ്ങ് ഇവിടുത്തെ ATC തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ആദരിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യാനുള്ളത്, കാരണം ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയി പഠിക്കുക എന്ന ഒരു മാതൃക കണ്ടുവരുന്നുണ്ട്. അതിനൊന്നും വിരോധമില്ല. പക്ഷെ പണമാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അതായത് പഠിപ്പിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലോ അതല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകളോ അങ്ങനെയുള്ള ചടങ്ങുകളിൽ നിങ്ങൾ അങ്ങനെയുള്ള ക്ലബ്ബുകളിലും ഒക്കെ നിങ്ങൾ മെമ്പർമാരായി ഈ നാടിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. നമ്മുടെ സമൂഹത്തില് ഇന്ന് നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാര്യം രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു 5-10 ഒരു അരമണിക്കൂറൊക്കെ ഇരുത്തി സംസാരിച്ച് വലിയ കാര്യമായി ഇന്ന് പോയത് എവിടെ, ഇന്ന് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, ഇന്ന് നിങ്ങൾ ആരൊക്കെയായിട്ട് കൂട്ടുകൂടി, ഇതെല്ലാം പരസ്പരം അന്വേഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കായിരിക്കും നമ്മുടെ മക്കൾ. നമ്മളൊന്നും വിശ്വസിക്കണില്ല. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണ്, അവർ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം MDMA ഒക്കെ അടിച്ച് ഇത്ര അവരുടെ മുമ്പിൽ പോലും അച്ഛന്മാരുടെ മുമ്പിൽ പോലും അവര് കാണിച്ചു കൂട്ടിയ ആ സമയത്ത് കോപ്രായം കണ്ടപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു സവിശേഷമായ കാലമാണ്. മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം പ്രധാനമല്ലാത്തൊരു കാലം. ആ കാലത്തിന് മാറ്റം വരുത്തിയത് അഭിമാനത്തോടെ പറയാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1956 ഒരു പ്രഖ്യാപനം നടത്തി. വിദ്യാഭ്യാസം, ഭൂമി, കാർഷിക ബന്ധ നിയമങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരു നവകേരള സൃഷ്ടിക്കായിട്ട് ഒരു മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ നിരന്തരമായ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അവർക്കും പരീക്ഷകളിൽ മുഴുവൻ മാർക്കും കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും കഴിവ്, ചിലപ്പോൾ എഴുതാനും വരയ്ക്കാനുമായിരിക്കും നമ്മളുടെ കഴിവ്. അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളായിരിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഉള്ളത്. അപ്പൊ ആ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക. അതാണ് നിങ്ങളുടെ വസന്തകാലം എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ നാടിനും നിങ്ങളുടെ കുടുംബത്തിനും കൊടുക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടുകാർ ആ വസന്തകാലത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, അവരുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കുക, അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം. ബിജു സ്റ്റാൻലി, അബ്ദുള്ള, രാജേഷ്, അതുപോലെ 8 ഏക്കർ യൂണിറ്റിലുള്ള നവാസ്, ഹിദായത്ത്, കുട്ടപ്പഞ്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അവരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്ന ഒപ്പം നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും കണ്ടപ്പോൾ അവരുടെ നമ്മൾ ചെന്നപ്പോൾ അവർ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഫണ്ട് തരികയും അതുകൊണ്ടാണ് ഇത്ര രീതിയിലേക്ക് ഈ പരിപാടി മാറ്റാൻ കഴിഞ്ഞത്. അവരോടുള്ള നന്ദി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്.